ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ മോളുടെ ചോറൂണാണ്. ഗുരുവായൂർ വെച്ച് തന്നെയാണ് ചോറൂണ്. അപ്പം തീരെ വയ്യ, നല്ല തൊണ്ടവേദന ഉണ്ട്. ഇന്നലെ കുറച്ച് തണുത്തുള്ള കുടിച്ചായിരുന്നു, അതിൻ്റെ ഇരിക്കും. അപ്പം അവൾ ഉറങ്ങുകയാണ്, എണീറ്റിട്ടില്ല. അപ്പം അതിന് മുന്നേ ഞാൻ വേഗം ഫ്രഷായി മേലൊക്കെ കഴുകി, തല കഴുകിയിട്ടില്ല. ഈ തൊണ്ടവേദന ഉള്ള കാരണം ചിലപ്പോൾ അധികമാവും. അപ്പോൾ ഇനിയിപ്പം അവളെ ഉണർത്തണം, റെഡിയാക്കണം. അതിന് മുന്നേ ഞാൻ റെഡിയാവണം. അപ്പം ഫസ്റ്റ് ഞാൻ സാരി കൊടുത്ത് റെഡിയായിട്ട് അവളെ വിളിക്കാം. അതിന് മുന്നേ എനിക്കും അറിയില്ല. ഗുഡ് മോർണിംഗ്. ഹായ് ഹായ്. പോണ്ട നമുക്ക്. അയ്യോ വരുന്നില്ലേ? മാമുണ്ടമ്മണ്ടേ? മാമുണ്ടമ്മണ്ടി നീട്ടോ. ഇനി ഇവളെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവളെ കുളിപ്പിച്ചെടുക്കുന്ന നേരത്തിന് ഞങ്ങൾ ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ പുട്ടും പഴമാണ്. ഇന്നിപ്പം ഒട്ടും സമയം ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് നേരത്തെ അമ്പലത്തിലെത്തേണ്ട കാരണം അധികമൊന്നും കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പുട്ടും പഴവും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അമ്മയ്ക്കാണെങ്കിലും ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല, അമ്മയുടെ കൈ പൊള്ളിയിട്ടും ഉണ്ടായിരുന്നേ. അപ്പോൾ കുളി കഴിഞ്ഞു. ഇനി ഞങ്ങൾ റെഡിയായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പം നമ്മൾ ചോറ് പാപ്പൊക്കെ കഴിച്ചിട്ട് വന്നു. ഇപ്പം നമുക്ക് ഫോണൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിൽ ഗുരുവായൂർ പ്രത്യേകിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോയും ഫോട്ടോയും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് തന്നെ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് അവർ അയച്ചു തരുമെന്നാണ് പറഞ്ഞത് വാട്സാപ്പിൽ. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് കരഞ്ഞോള്. ഈ അനൗൺസ്മെൻറ്റും ഒക്കെ കേട്ടിട്ട് കുറച്ചൊരു പേടിയായി. പിന്നെ നിറയെ കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട്, അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് കരഞ്ഞു. പക്ഷെ പായസം കിട്ടിയപ്പം ആ മൊമെൻ്റ് പുള്ളിക്കാരി കരച്ചിലൊക്കെ നിർത്തിയിട്ടായിരുന്നു. ഇഷ്ടമായോ മാമു? ഇഷ്ടമായോ? എന്ത് മാമു കഴിച്ചു? പായസം, ചോറ് മാമു, പപ്പടം. ഇഷ്ടായോ? ഇഷ്ടായോ? അതോ കയ്യും തുണി മതിയോ? കയ്യും തുണി മതിയോ? കൈ മതി അല്ലേ? ഒന്നും പറയാത്തത് നല്ലത്. ഞങ്ങൾ ഇന്ന് ചോറൊക്കെ കൊടുത്തു കുഞ്ഞിന്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് ഫോണൊന്നും അലോഡ് അല്ലാത്ത കാരണം ഫോണൊന്നും എടുത്തിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് പോലെ ഉണ്ടായിരിക്കും, ചെറിയൊരു സെറ്റപ്പ് പോലെ ഇലയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചോറ് കൊടുക്കണ പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അമ്പലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് അവർ തന്നെ എടുത്തു തന്നൊരു 5 ഫോട്ടോസ് ഉണ്ടാവും. അത് ഞാൻ പറയട്ടെ, എന്നിട്ട് നിനക്ക് സംസാരിക്കാം. സെറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കിടന്ന് എണീക്കാന്ന് വിചാരിച്ചു. കിടന്ന് എണീറ്റപ്പോഴത്തേക്കും ഭയങ്കര തലവേദനയും പനിയും. അപ്പം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം എന്നിട്ടൊരു പാരസെറ്റമോൾ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പനിക്കണത് ഫുഡ് പോയ്സണിങ്. കാരണം ഞങ്ങൾ ഇന്നലെ പുറത്തുനിന്ന് കഴിച്ചിരുന്നു. വേറെ ആർക്കും ഇല്ല, ഞാനും ഹസ്ബൻഡും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അവനില്ല, എനിക്ക് മാത്രം. ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തളർന്നു പോണ മാതിരി. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മയ്ക്ക് പനിയാന്ന് പറ. അമ്മയ്ക്ക് പനി, അതുകൊണ്ട് ഒന്നും എടുത്തില്ല. വേറെ ദിവസം സെറ്റ് ചെയ്യാന്ന് പറ. അപ്പോൾ അവള് പറഞ്ഞ മാതിരി ഞങ്ങൾ വേറെ ദിവസം സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.